നമസ്കാരം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞ വർഷത്തെ ചില തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ നിന്നും വിശദീകരണം നൽകേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ ഈ വർഷം വേണ്ടി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. സുഗമമായിട്ട് നടന്നിരുന്ന പല കാര്യങ്ങൾക്കും അതുപോലെ തന്നെ സുഗമമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ജോലിക്കാരെ ഏൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടതായ സാഹചര്യങ്ങളും അതെല്ലാം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങളോ ശുദ്ധീകരിക്കേണ്ടതായ സാഹചര്യങ്ങളോ പുതിയ ഭരണ സംവിധാനം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങളോ കൂടി ഉണ്ടായിത്തീരുവാൻ ഈ ഒരു മാസത്തിൽ യോഗമുണ്ട്. പലപ്പോഴും നിർണായകമായിട്ടുള്ള ഈ യാത്രകളും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെല്ലാം ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അഥവാ ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിത്തീരും. പലപ്പോഴും തൻ്റേതായിട്ടുള്ള കാരണമല്ലാത്തതിനെ കൊണ്ട് ചില സാഹചര്യങ്ങളെ കൊണ്ട് പദ്ധതി സമർപ്പിച്ചാൽ പോലും അത് വിചാരിച്ച പോലെ നേട്ടമില്ലാത്തത് വഴി ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങളോ ചിലതെല്ലാം വന്നു ചേരും എന്നറിഞ്ഞതിനാൽ പോലും അത് ലഭിക്കാത്തൊരവസ്ഥയോ ഉണ്ടായിത്തീരും. എന്നാൽ ഈ ഒരു അവസ്ഥാവിശേഷം മനസ്സിലാക്കി യാതൊരു കാരണവശാലും മറ്റൊരാളോട് പ്രതികരിക്കുന്നത് അത്ര ഉചിതവുമല്ല. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനിട വരും. അവ്യക്തമായിട്ടുള്ളതും സുതാര്യമല്ലാത്തതുമായിട്ടുള്ള ചില കർമ്മ പദ്ധതികളിലോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നോ ആവുന്നതും പിന്മാറുന്നത് നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി ആത്മാർത്ഥമായി ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഏറെക്കുറെ അനുകൂലമായ വിജയം കൈവരിക്കുവാൻ യോഗം കാണുന്നുണ്ട്. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുതിയ പ്രവർത്തന മണ്ഡലങ്ങൾ അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സംയുക്ത സംരംഭങ്ങളിലെ ചിലരുടെ അസ്വാരസ്യങ്ങളുടെ സ്വരങ്ങളെ കൊണ്ട് മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകുമെങ്കിലും സർവം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും ആയതുകൊണ്ട് ഇതിനെല്ലാം തന്നെ ഈ വക എന്തൊക്കെ അനിഷ്ടങ്ങളും അനിഷ്ടസ്വരങ്ങളും വന്നു ചേരുവാനിടയുണ്ടെങ്കിൽ പോലും അതെല്ലാം ഈശ്വരാർപ്പിതമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ പുണർദ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.